എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കൊളസ്ട്രോളിനെ ഭയന്ന് എണ്ണയിൽ വറുത്തതും അതുപോലെ എണ്ണയിൽ കുക്ക് ചെയ്തതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുവാനായിട്ട് ഭയന്നിരിക്കുന്നവരാണോ? എണ്ണയില്ലാതെ നമുക്ക് ഫ്രൈ ചെയ്യാനും അതുപോലെ കുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു എയർ ഫ്രയറാണ് നമ്മളിന്ന് നമ്മുടെ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഡിസൈനിലും പെർഫോമൻസിലും വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡായിട്ടുള്ള ഫിലിപ്സിൻ്റെ D9200 എന്ന് പറയുന്ന എയർ ഫ്രയറാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു എയർ ഫ്രയറിൻ്റെ ബോഡി ബിൽഡ് നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു എയർ ഫ്രയറിൻ്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ പലതരം റെസിപ്പിയുടെ ആ ഒരു ടെമ്പറേച്ചറും അതുപോലെ ടൈമിങ്ങും നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നിങ്ങൾക്കിവിടെ രണ്ട് നോബ് കാണാവുന്നതാണ്. ഒന്നാമത്തെ നോബ് എന്ന് പറയുന്നത് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള നോബാണ്. 0 to 60 മിനിറ്റ് വരെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് 1 hour വരെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് തൊട്ട് താഴെ കാണുന്ന നോബ് എന്ന് പറയുന്നത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതായത് 0 to 200 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ചൂട് പുറന്തള്ളാനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടക്കുവാൻ വേണ്ടിയിട്ടുള്ള എയർ വെൻറ്റിലേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 1400 വാട്ട്സിൻ്റെ 4.1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു എയർ ഫ്രയറാണിത്. അതിന് തൊട്ട് താഴെ തന്നെ നിങ്ങൾക്കിവിടെ കാണാവുന്ന ഒരു ഹാൻഡിൽ കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യാനുള്ള ബാസ്ക്കറ്റ് ഇരിക്കുന്നത്. നമുക്ക് ആ ഒരു ബാസ്ക്കറ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള മെറ്റൽ മെഷ് കുക്കിംഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട്. ഒരു സ്മോൾ ഫാമിലി തൊട്ട് മീഡിയം സൈസ് ഫാമിലി വരെ ഉള്ള ആളുകൾക്ക് കുക്ക് ചെയ്യാവുന്ന അത്രയും കപ്പാസിറ്റി നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാസ്ക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഹാൻഡിലോട് ചേർന്ന് തന്നെ നിങ്ങൾക്കൊരു സ്വിച്ച് കാണാവുന്നതാണ്. അത് ഓപ്പൺ ആക്കാനായിട്ട് ആ മുകളിൽ കാണുന്ന കവർ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ആ സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് നമുക്കതിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാസ്ക്കറ്റിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ഡിസൈൻ കാണാവുന്നതാണ്. അതാണ് സ്റ്റാർ ഫിഷ് ഡിസൈൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാർ ഫിഷ് ഡിസൈൻ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു എയർ ഫ്രയറിൽ റാപ്പിഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു കോയിൽ കാണാവുന്നതാണ്. ആ ഒരു കോയിൽ വളരെ ശക്തമായിട്ട് ചൂടാകുകയും അതിന് തൊട്ട് മുകളിൽ കാണുന്ന ആ ഒരു ബ്ലോർ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഹീറ്റ് താഴോട്ട് പുഷ് ചെയ്യുകയും അങ്ങനെ ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്റ്റാർ ഫിഷ് ഡിസൈൻ്റെ വരുന്ന ആ ചൂട് അവിടെ റൊട്ടേറ്റ് ആവുകയും നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഫുഡ് നമ്മുടെ എല്ലാ സൈഡിലും ഒരേപോലെ ഹീറ്റ് ചെന്ന് അത് വളരെ നല്ല രീതിയിൽ കുക്കാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു എയർ ഫ്രയറിൽ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സിലുള്ള കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫ്രൈ ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും അതുപോലെ ഗ്രില്ല് ചെയ്യാനും അതുപോലെ ഫുഡ് നമുക്ക് റീഹീറ്റ് ചെയ്യാനും നമുക്കിതിന് സഹായിക്കും. അതായത് നമ്മൾ ട്രഡീഷണൽ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിലും സുഖമായിട്ടും വേഗത്തിലും കുക്ക് ചെയ്തെടുക്കാനുള്ള രീതിയിലാണ് ഈ ഒരു എയർ ഫ്രയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ എയർ ഫ്രയറിലൂടെ നമുക്ക് ആഹാരം കുക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫുഡിലെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് 90% വരെ നമുക്ക് കുറഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. നമുക്ക് ട്രഡീഷണൽ മെത്തേഡുമായിട്ടുള്ള കുക്കിംഗ് രീതിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് ഈ ഒരു എയർ ഫ്രയറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഇതിലൊരു ടൈമർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡിനനുസരിച്ചുള്ള ടൈം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആയിക്കോളും. അല്ലെങ്കിൽ ഈ ഫുഡ് കരിഞ്ഞു പോകുമോ അല്ലെങ്കിൽ ഫുഡ് ഓവർ കുക്ക് ആകുമോ എന്നൊന്നും നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. അതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ടെമ്പറേച്ചറും നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിനെപ്പറ്റി അറിയാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ന്യൂട്രി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എയർ ഫ്രയറിൻ്റെ സൈഡിലായിട്ട് തന്നെ അതിൻ്റെ ലേബൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കവറിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ ചെന്ന് ന്യൂട്രി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തരം റെസിപ്പികൾ നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. അതിൻ്റെ ടൈമും അതിൻ്റെ ടെമ്പറേച്ചറും എല്ലാ ഡീറ്റെയിൽസും അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
ഇതൊരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6800 രൂപ മുതൽ നമുക്ക് ഓൺലൈൻ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്കിതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ഇവിടെ ഒരു ഫ്രഞ്ച് ഫ്രൈ ആണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈ ആണ്. ഞാൻ ജസ്റ്റ് ഡീപ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം വെള്ളം തോർന്ന ശേഷം നമുക്കിതുപോലെ ഫ്രഞ്ച് ഫ്രൈ ഇട്ട് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ചിടാതിരിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു, ഇത് എണ്ണയില്ലാതാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അത്ര അത്യാവശ്യമുള്ളവരാണെങ്കിൽ എണ്ണ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ബ്രഷിൽ നമുക്ക് എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 180 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 10-12 മിനിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ റിലീസ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. വൈകിട്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെറിയ സ്നാക്സൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നഗറ്റ്സും ഇതുപോലെ ഫ്രൈ ചെയ്യാം. അതുപോലെ പൊട്ടറ്റോ വെഡ്ജസ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്യാവുന്നതാണ്. 4 മണിക്കൊക്കെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ സ്നാക്സൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ടെമ്പറേച്ചർ ഒരു 180 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പൊറോക്ക നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അകത്തൊന്ന് മുറിച്ച് നോക്കാം. അകത്ത് നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇതുപോലെ ചിക്കൻ സോസേജ് അല്ലെങ്കിൽ ഹോട്ട് ഡോഗ്, അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ്, ഇതൊക്കെ നമുക്ക് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ചിക്കനും അതുപോലെ ഇതിൽ ഗ്രില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു എയർ ഫ്രൈൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.